ഹായ് ഓൾ. ഇപ്പം നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ്, സാമ്പത്തിക സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന പോർഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ബാങ്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബാങ്കിന്റെ ഫങ്ഷൻസ്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, പൊതുമേഖലാ ബാങ്കുകൾ, അതുപോലെ തന്നെ സ്വകാര്യ മേഖലാ ബാങ്കുകൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് മോഡേൺ ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് മേഖലയിൽ വന്നിട്ടുള്ള ആധുനിക സംവിധാനങ്ങൾ, ട്രെൻഡുകൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെന്ന് പറയുന്നത് ഈ ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയിൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ സഹായം ഇപ്പൊ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതായത് നെറ്റ് ബാങ്കിങ്, ടെലി ബാങ്കിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ടെലി ബാങ്കിങ് എന്ന് പറയുന്നത് ടെലഫോൺ യൂസ് ചെയ്തിട്ടുള്ള ബാങ്കിങ് സംവിധാനമാണ് ടെലി ബാങ്കിങ്. നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ബാങ്കിങ് സംവിധാനം, ഇന്റർനെറ്റ് വഴിയുള്ള ബാങ്കിങ് സംവിധാനം നെറ്റ് ബാങ്കിങ്. എനി ടൈം ബാങ്കിങ്, എനിവെയർ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ഫോൺ ബാങ്കിങ്, ഇതെല്ലാം ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ ഭാഗമാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ മൊബൈൽ ഫോണിന്റെ ആപ്ലിക്കേഷൻസ്, ബാങ്ക് തരുന്ന ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത്, ആപ്പുകൾ യൂസ് ചെയ്ത് നമുക്ക് ബാങ്കിങ് നടത്താം. അതുപോലെ അവരുടെ വെബ്സൈറ്റ് വഴി ബാങ്കിങ് നടത്താം. ഫോണുകൾ വഴിയുള്ള ഇപ്പോൾ UPI പോലുള്ള ആപ്പുകൾ വഴി നമുക്ക് നടത്താം. ഇതെല്ലാം തന്നെ എന്താണ്, ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ബാങ്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈസ എവിടുന്ന് വേണോ നമുക്ക് അയക്കാം, അതുപോലെ തന്നെ ബില്ലുകൾ എവിടുന്ന് വേണോ നമുക്ക് പേയ്മെന്റ് നടത്താം. വീട്ടിലിരുന്നുകൊണ്ട് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും നമുക്ക് പേയ്മെന്റുകൾ നടത്താം. സേവ്സ് ടൈം അല്ലെ, സമയം അവിടെ ലാഭിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. ലോ സർവീസ് ചാർജ്, അവിടെ സർവീസ് ചാർജും കുറവാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബാങ്കിൽ പോയിട്ട് സമയം കളയേണ്ട കാര്യമില്ല, അത്രത്തോളം പൈസ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ കുറച്ച് പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിക് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നതാണ് കോർ ബാങ്കിങ്. കോർ ബാങ്കിങ് എന്നൊരു സാധനമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. കോർ എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്. അപ്പൊ ഇതിൽ നിന്നൊരു മുൻവർഷം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതായത് എന്താണ് കോർ ബാങ്കിങ്? ഇന്ത്യയിൽ SBIക്ക് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ബാങ്കുകളുടെ ബ്രാഞ്ച് ഉണ്ട്. HDFCക്ക് പല സ്ഥലങ്ങളിൽ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ഈ ബ്രാഞ്ചുകളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കി, എല്ലാ ബാങ്ക് ബ്രാഞ്ചുകളെയും ഒരു സെൻട്രൽ സെർവറിന്റെ കീഴിൽ, ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, ഒരു സെർവറിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. അതുവഴിയാണ് ATM, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ടെലി ബാങ്കിങ് എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ട്രാൻസാക്ഷൻ സിമ്പിളായി. നമ്മളിപ്പോൾ ഒരു ബ്രാഞ്ചിൽ പോകുന്നതിന് ഹോം ബ്രാഞ്ച് എന്നൊരു സംഗതി ഉണ്ടല്ലേ. നമുക്ക് മുന്നേ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഹോം ബ്രാഞ്ചിൽ പോകണമായിരുന്നു, നമ്മുടെ അക്കൗണ്ട് തുടങ്ങിയ ബ്രാഞ്ച്. ഇപ്പൊ അങ്ങനെയില്ല, ഏത് ബ്രാഞ്ചിൽ ചെന്നാലും നമുക്ക് കാര്യങ്ങൾ പോസിബിൾ ആണ്. അപ്പൊ നോക്കിയേ, അപ്പൊ ഒരു ഇൻഡിവിജ്വലിന് ഇപ്പം ഇത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ച് എവിടെ വേണോ, ആർക്ക് വേണോ, എവിടെ വേണോ ബാങ്കിങ് സംവിധാനങ്ങൾ നടത്താനുള്ള അവസരം നമുക്കുണ്ട്. അപ്പൊ കോർ ബാങ്ക്, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാനുള്ളത്, കോർ ബാങ്കിങ് ആദ്യമായിട്ട് നടപ്പിലാക്കിയ SBI ആണ്. കോർ ബാങ്കിങ്ങിന്റെ ഫുൾ ഫോം സെൻട്രലൈസ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്. ഇനി അടുത്ത കോപ്പറേറ്റീവ് ബാങ്ക്. മറ്റൊരു തരത്തിലുള്ള ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. ഇപ്പൊ സഹകരണ ബാങ്കുകളെ പറ്റി ഒരുപാട് വാർത്തകളിലൊക്കെ നമുക്ക് കാണാറില്ലേ. കരിവന്നൂർ സഹകരണ ബാങ്ക് എന്ന് കാണാറുണ്ട്. അപ്പൊ എന്താണ് സഹകരണ ബാങ്കുകൾ? അപ്പൊ സഹകരണ ബാങ്കുകളുടെ ആപ്തവാക്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താണ്? കോപ്പറേഷൻ, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്. സഹകരണം, സ്വയം സഹായം, പരസഹായം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. അതൊന്ന് അറിഞ്ഞിരിക്കുക. കോപ്പറേഷൻ, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ എന്താണ്? വില്ലേജസ്, കൂടുതലായിട്ടും പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് അവരുടെ സ്വന്തമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് സഹകരണ സംഘങ്ങൾ. അതിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാർഷിക സഹകരണ സംഘങ്ങൾ കാണാൻ പറ്റും, ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ സംഘങ്ങൾ കാണാൻ പറ്റും, ചെറുകിട വ്യവസായ സഹകരണ സംഘങ്ങൾ കാണാൻ പറ്റും. പല ആൾക്കാർക്കും ഇത്തരത്തിൽ സഹകരണ സംഘങ്ങളുണ്ട്. ഈ സഹകരണ സംഘങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ പബ്ലിക്കിന് ലോണ് കൊടുക്കുക. അതുപോലെ തന്നെ വില്ലേജസ്, നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർ പ്രധാനമായിട്ടും മണി ലെൻഡേഴ്സ്, പൈസയ്ക്ക് ബ്ലേഡിന് കടം കൊടുക്കുന്ന ആൾക്കാരെന്നാണ്. പൈസ കടം മേടിച്ചിട്ട് അവരെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ, കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ കൊടുക്കുക, ജനങ്ങൾക്കിടയിൽ ഒരു സേവിങ്സ്, ഒരു സമ്പാദ്യശീലം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന സഹകരണ സംഘങ്ങൾ 3 തലത്തിൽ, 3 ലെവലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ഒരു സഹകരണ സംഘങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ത്രിതല സംവിധാനമാണ് സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത്. ത്രിതല സംവിധാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു 3 തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആക്ച്വലി
ഈ സഹകരണ സംഘങ്ങൾ 3 തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. 3 തലത്തിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ളതാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾ. ഇവിടെ നമ്മൾ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയും. ഏറ്റവും താഴെ തട്ടിൽ ഒരുപാട് പ്രാഥമിക സഹകരണ സംഘങ്ങളുണ്ട്. പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഈ സൊസൈറ്റീസ് എല്ലാം തന്നെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിലെ അംഗങ്ങളാണ്. 14 ജില്ലകളുണ്ടല്ലോ, അപ്പൊ 14 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. ഈ 14 ജില്ലാ സഹകരണ ബാങ്കുകളും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ അംഗമാണ്. അപ്പൊ ഇവിടെ നോക്കി, പ്രാഥമിക സഹകരണ സംഘങ്ങൾ, അതിനു മുകളിൽ, അതായത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ ലോക്കലായിട്ട് കാണുന്നില്ലേ ഒരുപാട് സഹകരണ സംഘങ്ങൾ, അതിനെയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങളുണ്ട്. അതുപോലെ അതിന് മുകളിൽ ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട്, അതിന് മുകളിൽ സംസ്ഥാന സഹകരണ ബാങ്കുകളുണ്ട്. ഇനി പ്രാഥമിക സഹകരണ സംഘങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അത് വില്ലേജ് ലെവലിലാണ് പ്രവർത്തിക്കുന്നത്. ഗ്രാമപ്രദേശത്തിലാണ് എന്ത് ചെയ്യുന്നത്, പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇനി അതിന്റെ ഫംഗ്ഷനിങ് ഏരിയ എന്ന് പറയുന്നത് ലിമിറ്റഡ് ഏരിയ ആയിരിക്കും, വളരെ കുറച്ച് സ്ഥലത്ത്. നമുക്കറിയാം ചെറിയ സ്ഥലത്ത് മാത്രമല്ലേ അതിന്റെ പ്രവർത്തനങ്ങളുള്ളൂ. എൻകറേജ് സേവിങ്സ് ഹാബിറ്റ് ഇൻ വില്ലേജേഴ്സ്, വില്ലേജേഴ്സിനിടയിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ലോൺ കൊടുക്കുന്നു വില്ലേജേഴ്സിൽ, ലോ ഇൻട്രസ്റ്റ് റേറ്റ്. ജില്ലാ സഹകരണ ബാങ്കിലാണെങ്കിലോ ജില്ലാ കേന്ദ്രങ്ങളിലായിരിക്കും. തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്ക്, കൊല്ലം, എറണാകുളം എന്നൊക്കെ പറയുന്ന ജില്ലാ കേന്ദ്രങ്ങളിലായിരിക്കും പ്രവർത്തിക്കുന്നത്. പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിലോ ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സഹകരണ ബാങ്കാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സഹായം കൊടുക്കുന്നു. പക്ഷേ ഈ ഒരു ത്രിതല സംവിധാനം ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റില്ല. ഈ ഒരു ത്രിതല സംവിധാനം ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് കേരളത്തില് ഈ പറയുന്ന ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കുകളെയും മെർജ് ചെയ്ത് ഒറ്റ ബാങ്കാക്കി മാറ്റി. അതിന്റെ പേരാണ് കേരള ബാങ്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 2019 കേരളത്തിലുള്ള 14 ജില്ലാ സഹകരണ ബാങ്കുകളെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ മെർജ് ചെയ്ത് കേരള ബാങ്ക് എന്ന പേരിൽ പുതിയൊരു ബാങ്കാക്കി മാറ്റി. മനസ്സിലായല്ലോ. ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കുകളെ മെർജ് ചെയ്ത് ജില്ലാ സഹകരണ ബാങ്ക് എന്ന പേരിൽ പുതിയതൊരു ബാങ്കായിട്ട് മാറ്റുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അങ്ങനെ 2019 എന്ത് ചെയ്യുന്നത്, കേരള ബാങ്ക് എന്ന് പറയുന്ന പുതിയൊരു ബാങ്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ ജില്ലാ സഹകരണ ബാങ്കും സംസ്ഥാന സഹകരണ ബാങ്കും കൂടി ചേർന്ന് ഒറ്റ ബാങ്കായിട്ട് മാറി. ഇപ്പോൾ നിലവിൽ ദ്വിതല സംവിധാനം, ത്രിതല സംവിധാനം മാറി 2 തലത്തിൽ മാത്രമാണ്, 2 ടയർ ആണ് ഇപ്പം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇത് പഴയതാണ്, പുതിയതനുസരിച്ച് 2 ടയർ ആണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത് സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെന്റൽ ബാങ്കുകൾ, വികസിത ബാങ്കുകളെ പറ്റി പറയുകയാണെങ്കിൽ, വികസിത ബാങ്കുകൾ എന്ന് വെച്ചാൽ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കുകളും കൂടാതെ വികസിത ബാങ്കുകളുണ്ട്. അതായത് പ്രത്യേകിച്ച് ഏതെങ്കിലും മേഖലകളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് വികസിത ബാങ്കുകൾ. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയൊക്കെ വികസിത ബാങ്കുകളാണ്. അതായത് ഹൗസിങ്ങിന്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്കൊക്കെ ഫണ്ട് കൊടുക്കുന്ന ബാങ്കുകളാണ് എന്തെന്ന് പറയുന്നത് വികസിത ബാങ്കുകൾ. ഇനി സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ, യഥാർത്ഥത്തിൽ SCERT ഇങ്ങനെ വികസിത ബാങ്ക് എന്നും സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്നും 2ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ തന്നെയാണ് വികസിത ബാങ്കുകൾ. വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്, ഡെവലപ്മെന്റൽ ബാങ്ക്സ്. ഓരോ ഏരിയയുടെയും വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. ഇന്ത്യയില് വികസന ബാങ്കുകൾ തന്നെയാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയേ, വികസന ബാങ്കുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് ഇവിടെ SCERT സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കാം. സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എക്സിം ബാങ്ക്, സിഡ്ബി, നബാർഡ്. എക്സിം ബാങ്ക് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സഹായം കൊടുക്കുന്ന ബാങ്കാണ് എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സ്പോർട്ടിങ്ങിനും ഇമ്പോർട്ടിങ്ങിനും ലോൺ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സഹായം ചെയ്യുന്നു. സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ചെറുകിട വ്യവസായങ്ങൾ, അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ചെറുകിട വ്യവസായങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നതാണ് സിഡ്ബി എന്ന് പറയുന്നത്, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മറ്റൊന്ന് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡ് നമുക്കറിയാലോ, ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക്. ഇപ്പൊ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെയും ഗ്രാമവികസനത്തിന്റെ ഏറ്റവും വലിയ അപ്പെക്സ് ബോഡി, ഏറ്റവും ഉയർന്ന ബോഡി എന്ന് പറയുന്നത് നബാർഡാണ്. അപ്പൊ ഇന്ത്യയിലെ ഗ്രാമവികസനത്തിനും കാർഷിക മേഖലയ്ക്കും ഏറ്റവും ഉയർന്ന ബോഡി നബാർഡാണ്. അത് കാർഷിക മേഖലയ്ക്ക്, ചെറുകിട വ്യവസായത്തിന്, അതുപോലെ തന്നെ കരകൗശലത്തിന് തുടങ്ങിയവയ്ക്കെല്ലാം സഹായം കൊടുക്കുന്നു. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയില്
നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം RBIയുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യുന്നത്, അവയെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത് നബാർഡാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. RBI ആണ് അവരെ നിയന്ത്രിക്കുന്നത്, അവരെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന RBI ആണെങ്കിലും സൂപ്പർവിഷൻ, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം നോക്കി നടത്തുന്നത്, മേൽനോട്ടം വഹിക്കുന്നത് നബാർഡാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ബാങ്കിങ് മേഖലയിൽ വന്നിട്ടുള്ള പുതിയ കുറച്ച് ബാങ്കുകളെ പറ്റി നോക്കിയാൽ മഹിളാ ബാങ്ക്, പേയ്മെന്റ് ബാങ്ക്, മുദ്രാ ബാങ്ക്. മഹിളാ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ലോണുകൾ, സ്ത്രീകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുക തുടങ്ങിയതാണ് മഹിളാ ബാങ്കിന്റെ ലക്ഷ്യം. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് മഹിളാ ബാങ്ക് ഇപ്പോൾ SBIക്കൊപ്പം മെർജ് ചെയ്തു. 2017 SBIക്കൊപ്പം മഹിളാ ബാങ്ക് മെർജ് ചെയ്തു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പേയ്മെന്റ് ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ചെറുകിട സമ്പാദ്യം, ആൾക്കാർക്കിടയിൽ എന്താണ് സമ്പാദ്യശീലം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പേയ്മെന്റ് ബാങ്കിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ 2 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യാം, അവർക്ക് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാം. പക്ഷെ ലോണുകൾ കൊടുക്കാൻ പറ്റത്തില്ല. റീസെന്റ് ആയിട്ട് വാർത്തകളിൽ വന്നതാണ് പേടിഎം പേയ്മെന്റ് ബാങ്കിന് ഒരുപാട് അലിഗേഷൻസ് ഒക്കെ വന്നു. പേയ്മെന്റ് ബാങ്കിന് വായ്പകൾ കൊടുക്കാൻ പറ്റത്തില്ല, 2 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് മാത്രമേ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. മുദ്രാ ബാങ്ക് നിങ്ങൾക്ക് അറിയാലോ, മുദ്ര എന്ന് വെച്ചാൽ മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫൈനാൻസിങ് ഏജൻസി. ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ കൊടുക്കുക എന്നുള്ളതാണ് മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ ഭാരതീയ മഹിളാ ബാങ്കിനെ പറ്റി പറയുന്നു. നവംബർ 2013 നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ബർത്ത് ആനിവേഴ്സറി പ്രമാണിച്ചിട്ടാണ് മഹിളാ ബാങ്ക് വരുന്നത്. വിമൻ എംപവർമെന്റ് ആണ് ലക്ഷ്യം. പക്ഷെ അതിപ്പോ SBIയുടെ ഭാഗമാണ്. പേയ്മെന്റ് ബാങ്ക് എന്ന് വെച്ചാൽ ചെറിയ വരുമാനം ഉള്ളവർക്കിടയിലും ചെറിയ വ്യവസായികൾക്കിടയിലും എന്ത് ചെയ്യുന്നുണ്ട്, പേയ്മെന്റ് ബാങ്ക് ലക്ഷ്യം വെക്കുന്നുണ്ട്. അവർ ഡെപ്പോസിറ്റ്, ഇത് 1 ലക്ഷം രൂപ വരെ എന്ന് പറയുന്നു, പക്ഷെ ഇപ്പോൾ 2 ലക്ഷം രൂപ വരെ ഉയർത്തിയിട്ടുണ്ട്. 2 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുള്ളൂ, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാങ്ക് ഒരു ചെറിയ ഫീസ് കമ്മീഷനായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഡെബിറ്റ് കാർഡ് മാത്രമേ കൊടുക്കത്തുള്ളൂ, ക്രെഡിറ്റ് കാർഡ് കൊടുക്കത്തില്ല. അപ്പൊ നിങ്ങളത് ചോദിക്കാം, പേയ്മെന്റ് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തമ്മിലുള്ള വ്യത്യാസം? ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ എനിക്ക് ലോൺ എടുക്കുന്നതിന് തുല്യമാണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ. ഡെബിറ്റ് കാർഡ് എന്ന് വെച്ചാൽ എന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പൈസ എടുക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു പേയ്മെന്റ് ബാങ്കുകൾ ലോൺ കൊടുക്കത്തില്ല, അതുകൊണ്ട് ഇവർ ക്രെഡിറ്റ് കാർഡ് കൊടുക്കത്തില്ല, ഡെബിറ്റ് കാർഡ് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ പൈസ എടുക്കുക. മറ്റൊന്ന് നമ്മൾ പറഞ്ഞു മുദ്രാ ബാങ്ക് എന്ന് പറഞ്ഞാൽ ചെറുകിട വ്യവസായങ്ങൾക്ക് ലോൺ കൊടുക്കുക എന്നുള്ളതാണ് മുദ്രാ ബാങ്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതല്ലാതെ കുറച്ച് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ? ഇതെല്ലാം തന്നെ ബാങ്കിങ് കമ്പനീസ് ആക്ട് പ്രകാരം അല്ല രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പകരം കമ്പനീസ് ആക്ട് പ്രകാരം 2013 കമ്പനീസ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നോൺ ബാങ്കിങ് കമ്പനീസ് എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺ കൊടുക്കുന്നു, ലോൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ്. നിങ്ങൾ HDFC ബാങ്ക് അല്ല, HDFC എന്നൊരു സ്ഥാപനത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? ഹൗസിംഗ് ഡെവലപ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അതൊരു ബാങ്ക് അല്ല, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. HDFC ബാങ്ക് എന്ന് പറയുന്ന വേറെ കമ്പനിയാണ്, HDFC വേറെ കമ്പനിയാണ്. മനസ്സിലായല്ലോ? വീട് വെക്കാൻ വേണ്ടി ലോൺ കൊടുക്കുന്നു. ഗോൾഡ് ലോൺ, മുത്തൂറ്റ് ഗോൾഡ് ലോൺ എന്ന് കേട്ടിട്ടില്ല, അതൊരു NBFC ആണ്. റണ്ണിങ് ചിട്ടി ഫണ്ടുകൾ എന്ന് കേട്ടിട്ടില്ലേ? നിധി ഫണ്ടുകൾ, KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ്, ചിട്ടി തുടങ്ങുന്നില്ലേ? ഇതെല്ലാം തന്നെ NBFCകളാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ബാങ്ക് കൊടുക്കുന്ന പോലത്തെ കുറെ സർവീസ് കൊടുക്കുന്നു, അതിന് പുറമെ മറ്റു കുറെ സർവീസുകളും NBFCs പ്രൊവൈഡ് ചെയ്യുന്നു. മറ്റൊന്ന് മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡലാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെ? ഇപ്പൊ ടാറ്റയുടെ ഷെയർ എടുക്കാം, ഇപ്പൊ റിലയൻസിന്റെ ഷെയർ. ഇവിടുത്തെ ഷെയർ എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഷെയർ എടുക്കാന്ന് വെച്ചാൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ലാഭം ഉണ്ടാകാം, നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ നഷ്ടം ഉണ്ടാകാം. നിങ്ങൾ നേരിട്ടാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേസമയം മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഉദാഹരണം HDFC മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൂൾ ചെയ്യാണ്. പൂൾ ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള ഫണ്ട് ഒരുമിച്ച് കളക്ട് ചെയ്യുന്നു. ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ട് കളക്ട് ചെയ്തതിനു ശേഷം ഇവര് പല ഷെയർസ് ആയിട്ട് പല കമ്പനികളുടെ ഷെയർസിലായിട്ട് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂൾ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതിലോട്ട് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് അവരെന്ത് ചെയ്യും? ഒരു ഷെയറിൽ ഇടുന്നതിന് പകരം പല കമ്പനികളുടെ ഷെയർസിലിടും. ഇപ്പൊ എന്താണ്? നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു കമ്പനി നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ മറ്റ് കമ്പനികൾ അവിടെ പിടിച്ചു നിൽക്കും.
അതിന്റെ പ്രത്യേകത എന്താ? നമുക്ക് വലിയ ലാഭം കിട്ടില്ല, പക്ഷെ ചെറിയൊരു ലാഭം കിട്ടും, പക്ഷെ വലിയ നഷ്ടം ഉണ്ടാകത്തില്ല. പ്രത്യേകത എന്താണ്? നമുക്കറിയാം, നമുക്ക് അവിടെ SIP നിങ്ങൾ കേട്ടിട്ടില്ലേ? മ്യൂച്വൽ ഫണ്ടുകൾ SIP ആയിട്ട് ഇടാം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. മാസം തോറും നമുക്ക് ഇടാം, അല്ലെങ്കിൽ ഒറ്റത്തവണയായിട്ട് ഇടാം. നമ്മൾ ഇടുന്ന പൈസ ഒരു കമ്പനിയുടെ ഷെയറിലോട്ടല്ല പോകുന്നത്. നമ്മൾ ഇടുന്ന പൈസ SBI മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അവരത് മേടിച്ചിട്ട് അവരത് പല 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 കമ്പനികളിലായിട്ട് ഇടും. പല പല കമ്പനികളുടെ ചെറിയ ചെറിയ ഷെയർസ് നമുക്ക് വാങ്ങാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ നഷ്ടം കുറവല്ല, എന്താ റിസ്ക്കും കുറവാണ്, പക്ഷെ റിട്ടേൺ കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേണും കിട്ടുന്നുണ്ട്. അതാണ് മ്യൂച്വൽ ഫണ്ട് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂച്വൽ ഫണ്ട് ഒരുപാട് ആൾക്കാരുടെ പൈസയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഷെയർ മാർക്കറ്റിൽ പല ആൾക്കാർക്ക് നിക്ഷേപിക്കാൻ ഒരു മടിയുണ്ട്, റിസ്ക് ഉള്ളത് കാരണം. പക്ഷെ അത് ഒഴിവാക്കാൻ, ആ ലിമിറ്റേഷൻ ഒഴിവാക്കാനാണ് മ്യൂച്വൽ ഫണ്ടുകൾ പ്രവർത്തിക്കുന്നത്. പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ട് നമ്മൾ പല ഷെയർസിലും ഡിബഞ്ചേഴ്സിലും നിക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ പല മ്യൂച്വൽ ഫണ്ടുകൾ നടത്തുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. UTI, LIC മ്യൂച്വൽ ഫണ്ട്, അതുപോലെ SBI മ്യൂച്വൽ ഫണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിൽ ICICI മ്യൂച്വൽ ഫണ്ട്, ടാറ്റ മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിക്ഷേപിക്കാവുന്ന നല്ലൊരു നിക്ഷേപ മാർഗമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. SIP ആയിട്ട് നമുക്ക് നിക്ഷേപിക്കാം. SIP എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. എല്ലാ മാസം തോറും നിങ്ങൾക്ക് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഒറ്റ തവണയായിട്ട് നിക്ഷേപിക്കാം. നിക്ഷേപിക്കുമ്പോൾ എത്ര ദീർഘനാൾ നിങ്ങൾ അവിടെ തുടരുന്നോ അത്രത്തോളം ലാഭം കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ PSC ജോലിയിൽ കിട്ടിക്കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മ്യൂച്വൽ ഫണ്ട് സ്വീകരിക്കാം കേട്ടോ. നല്ല രീതിയിൽ കൃത്യമായിട്ട് റിസർച്ച് നടത്തിയാൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു നല്ല റിട്ടേൺ കിട്ടും. ഓക്കെ അല്ലേ? ഷെയർ മാർക്കറ്റിൽ ഷെയർ എടുക്കാൻ പേടിയുള്ളവർക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇനി ഇൻഷുറൻസ് കമ്പനികൾ. ഇൻഷുറൻസ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്കറിയാം, ഇൻഷുറൻസ് എന്ന് പറയുന്ന പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിന് മേലോ വസ്തുവിന് മേലോ ജീവന് മേലോ ഒക്കെ നമ്മൾ ഇൻഷുർ ചെയ്യുന്നു. മനസ്സിലായല്ലോ? അതായത് ഇൻഷുറൻസ് കമ്പനീസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ. ഒരു വ്യക്തിയുടെ ലൈഫിന് മേലോ സ്വത്തിന് മേലോ എന്ത് ചെയ്യുന്നുണ്ട്? അസറ്റിന് മേലോ ഒരു സാമ്പത്തിക സുരക്ഷ ഒരുക്കുന്നതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി 1818 ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കൊൽക്കത്തയിലാണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഇനി എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇൻഷുർ ചെയ്യാം എന്നുള്ള കാര്യം നോക്കിയേ. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇൻഷുർ ചെയ്യാം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഇൻഷുർ ചെയ്യാം, വെൽത്ത് ഇൻഷുറൻസ് ചെയ്യാം, അതുപോലെ വെഹിക്കിൾ ഇൻഷുർ ചെയ്യാം, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഐറ്റംസ്, അഗ്രികൾച്ചർ, ക്രോപ്പ്, ഗുഡ്സ്, താൽക്കാലികമായിട്ട് സർക്കസ് കൂടാരങ്ങൾ, ട്രേഡ് ഫെയർ, അതെല്ലാം നമുക്ക് ഇൻഷുർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നമുക്ക് തിരിച്ചു കിട്ടും. ഷിപ്പൊക്കെ ഇൻഷുർ ചെയ്യുന്നുണ്ടല്ലേ, കത്തുമ്പോൾ സമയത്ത് അവർക്ക് പൈസ തിരിച്ചു കിട്ടും, എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാലോ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊരു സാമൂഹ്യ സുരക്ഷയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇൻഷുറൻസ് കമ്പനികൾ ഇന്ന് പൊതുമേഖലയിലുണ്ട്, സ്വകാര്യ മേഖലയിലുണ്ട്. പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇൻഷുറൻസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസുകൾ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് എന്നും ഒന്ന് ജനറൽ ഇൻഷുറൻസ് എന്നും. ലൈഫ് ഇൻഷുറൻസിനകത്ത് ലൈഫും ഹെൽത്തും വരുന്നു, ബാക്കി എല്ലാം തന്നെ ജനറൽ ഇൻഷുറൻസിനകത്താണ് വരുന്നത്. ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയെ റെഗുലേറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇന്ത്യയിൽ ഇൻഷുറൻസ് മേഖലയെ റെഗുലേറ്റ് ചെയ്യുന്ന സ്ഥാപനം. ഹൈദരാബാദാണ് ഇതിന്റെ ആസ്ഥാനം. മൽഹോത്ര കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് IRDA വരുന്നത്. ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസിനെയും ജനറൽ ഇൻഷുറൻസിനെയും എല്ലാം തന്നെ നിയന്ത്രിക്കുന്ന IRDA ആണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസിനെയും അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അതിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. മൽഹോത്ര കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് IRDA നിലവിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ എന്താണ്? ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ഈ പറയുന്ന ലൈഫിനും ഹെൽത്തിനും മേലാണ് കൊടുക്കുന്നെങ്കിൽ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ നാച്ചുറൽ കലാമിറ്റി വഴി ഉണ്ടാകുന്ന പല ആക്സിഡന്റുകളും നാച്ചുറൽ കലാമിറ്റി വഴി ഉണ്ടാകും. നമ്മൾ കാർ ഇൻഷുറൻസ് എടുക്കാറില്ല, അതെല്ലാം തന്നെ അതിനകത്താണ് വരുന്നത്. ജനറൽ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ആൻഡ് 4 റിലേറ്റഡ് കമ്പനീസ് ആർ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓപ്പറേറ്റിംഗ് ഇൻ പബ്ലിക് സെക്ടർ. അപ്പൊ ഇന്ത്യയിൽ പബ്ലിക് സെക്ടറിൽ 4 പ്രധാനപ്പെട്ട ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണുള്ളത്. പബ്ലിക് സെക്ടറിൽ ഒരു പ്രധാനപ്പെട്ട ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് സെക്ടറിൽ ഒരു പ്രധാനപ്പെട്ട പൊതുമേഖലാ കമ്പനിയാണ് LIC എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് എന്തെന്ന് പറയുന്നത് LIC എന്ന് പറയുന്ന പൊതുമേഖലാ കമ്പനി.
അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ ഇൻഷുറൻസ് മേഖലയിൽ 4 പൊതുമേഖലാ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നാഷണൽ എന്താണ് പിന്നെ ഇൻഷുറൻസ് കമ്പനി, അതുപോലെ തന്നെ ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, അതുപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇങ്ങനെ പല കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ജനറൽ ഇൻഷുറൻസ് കമ്പനികളാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. ഇനി മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ ഫൈനാൻസ് എന്ന് വെച്ചാൽ മൈക്രോ ക്രെഡിറ്റ്, അതായത് കുറഞ്ഞ ക്രെഡിറ്റ്, ചെറിയ കടം സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക, ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കടം കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് എന്നൊക്കെ ആയിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? പ്രധാനമായിട്ടും മൈക്രോ ഫൈനാൻസ് എന്ന് വെച്ചാൽ കുടുംബശ്രീ വഴി, ലോക്കൽ എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വഴി, സ്വയം സഹായ സംഘങ്ങൾ വഴി ചെറിയ കടങ്ങൾ കൊടുക്കുന്നതിനാണ് മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം, സെൽഫ് എംപ്ലോയ്മെന്റ്, അതുവഴി സ്വയം തൊഴിൽ കണ്ടെത്താൻ ഇപ്പോൾ നമുക്ക് ചെറിയ കമ്പനികൾ, ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി കൊടുക്കുന്നതാണ് മൈക്രോ ഫൈനാൻസ്. കുടുംബശ്രീ, അതുപോലെ തന്നെ പുരുഷ സ്വയം സഹായ സംഘങ്ങളൊക്കെ വഴിയാണ് ഈ പറയുന്ന മൈക്രോ ഫൈനാൻസ് കൊടുക്കുന്നത്. അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് ഡെവലപ്മെന്റ് മൈൻഡ് മൊബിലൈസിങ് മണി, ഒരുപാട് കൂട്ടം ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കണ്ടെത്തുക, ഹെൽപ്പ് ഇൻ ഇൻക്രീസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, സാധാരണ പാവപ്പെട്ട ആൾക്കാരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക, സേവിങ്സ് ഹാബിറ്റ് കൊണ്ടുവരിക, മേക്ക് യൂസ് ഓഫ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഫോർ ഗ്രൂപ്പ് ഡെവലപ്മെന്റ്, പ്രൊവൈഡിംഗ് ലോൺ ടു മെമ്പർ ഇൻ നീഡ്, സ്റ്റാർട്ട് സ്മോൾ സ്കെയിൽ എന്റർപ്രൈസ്. അതാണ് എന്തെന്ന് പറയുന്ന മൈക്രോ ഫൈനാൻസ്. അത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കുടുംബശ്രീക്കകത്ത് ഒരുപാട് ആൾക്കാർ ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യില്ലേ പൈസ, അതിനാണ് മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത്. ചെറിയ ആൾക്കാർ ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് അവർക്ക് ചെറിയ രീതിയിൽ ലോൺ എടുക്കാൻ പറ്റുന്നു. ആ ലോൺ എടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് വ്യവസായം തുടങ്ങാനോ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, മെൻ ഓർ വിമൻ ഇൻ ലോക്കലി ജോയിൻ ടുഗദർ ടു ഫോം സ്മോൾ ഗ്രൂപ്പ്സ്, യൂഷ്വലി ഡു നോട്ട് എക്സീഡ് 20 മെമ്പേഴ്സ്, 20 അംഗങ്ങൾ കൂടാത്ത എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാറുണ്ട്. കേരളത്തിൽ അത്തരത്തിലുള്ള സ്ഥാപനമാണ് അറിയാമല്ലോ കുടുംബശ്രീ എന്ന് പറയുന്നത് അല്ലെ? കുടുംബശ്രീ കേരളത്തിൽ അത്തരത്തിൽ തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ കുടുംബശ്രീ എന്ന് പറയുന്നത്. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്നാണ് അതിന്റെ പേര്. സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ, സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1998 AB വാജ്പേയി ആണ് എന്ത് ചെയ്യുന്നത്, കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ത്രിതല സംവിധാനമാണ് കുടുംബശ്രീക്കുള്ളത്. 3 തലത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏറ്റവും താഴെ തട്ടിൽ നൈബർഹുഡ് ഗ്രൂപ്പ്സ്, അയൽക്കൂട്ടങ്ങൾ, അതിന് മുകളിൽ ADS ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, അതിന് മുകളിൽ CDS. ഓക്കെ അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ വേഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറഞ്ഞു പോയിട്ടുള്ളൂ. ഇനി ഈ ഒരു 10th ലെവൽ അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡിൽ നമുക്ക് ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടെ നോക്കിക്കഴിയുമ്പോൾ SCRTs നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ SCRTസിന്റെ പുതിയ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.